ഹായ് ഫ്രണ്ട്സ്, കരിയർ ട്രാക്കർ PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം എന്ന ടോപ്പിക്കാണ്. അപ്പം രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഉയർന്നു വന്ന രണ്ട് പ്രധാന സൈനിക ചേരികളായിരുന്നു അച്ചുതണ്ട് ശക്തികൾ, സഖ്യശക്തികൾ എന്നിവ. അപ്പം അച്ചുതണ്ട് ശക്തികൾ, സഖ്യശക്തികൾ എന്നിവയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്ന രണ്ട് പ്രധാന സൈനിക ചേരികൾ എന്ന് പറയുന്നത്. ഇനി അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ഇറ്റലി, ജർമ്മനി, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ. അല്ലെങ്കിൽ അച്ചുതണ്ട് ശക്തികളിൽ ചേർന്ന രാജ്യങ്ങളാണ് ഏതൊക്കെ? ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. ഇനി സഖ്യശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങളായിരുന്നു ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന. അപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നിവ സഖ്യശക്തികളിലും ഇറ്റലി, ജർമ്മനി, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ അച്ചുതണ്ട് ശക്തികളിലുമായിരുന്നു ചേർന്നിരുന്നത്. ഇനി ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ നയം അറിയപ്പെട്ടിരുന്നത് പ്രീണനയം എന്ന പേരിലാണ്. അപ്പൊ എന്താണ് പ്രീണനയം എന്ന് വെച്ചാൽ ഹിറ്റ്ലറിന്റെ പ്രവൃത്തികൾക്ക് അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ ക്രൂരതകൾക്ക് ബ്രിട്ടനും ഫ്രാൻസും ഒന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല. അപ്പൊ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പിന്തുണ ഹിറ്റ്ലറിന് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു നയം ഹിറ്റ്ലറിന് പിന്തുണ പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ ഹിറ്റ്ലറിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു നയത്തെയാണ് പ്രീണനയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഹിറ്റ്ലറിനോടും ജർമ്മനിയോടുമുള്ള സമീപനത്തെയാണ് പ്രീണനയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി പ്രീണനയത്തിന് ഒരു ഉദാഹരണമായിരുന്നു മ്യൂണിക് സമ്മേളനം എന്ന് പറയുന്നത്. മ്യൂണിക് സമ്മേളനം പ്രീണനയത്തിന് ഒരു ഉദാഹരണമായിരുന്നു എന്ന് പറയാം. എന്താണ് മ്യൂണിക് സമ്മേളനം എന്ന് വെച്ചാൽ സുഡറ്റൻലാൻഡ് എന്ന പ്രദേശം ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ച സമ്മേളനമാണ് മ്യൂണിക് സമ്മേളനം എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ സുഡറ്റൻലാൻഡ് എന്ന് പറയുന്നത് ചെക്കോസ്ലോവാക്യയിലെ ഒരു പ്രദേശമാണ്. അപ്പൊ ഈ ഒരു പ്രദേശത്തിന് മേൽ ഹിറ്റ്ലർ അല്ലെങ്കിൽ ജർമ്മനി എന്ത് ചെയ്തു? അവകാശവാദം ഉന്നയിച്ചു. അപ്പൊ ഈ ഒരു സമയം സുഡറ്റൻലാൻഡ് എന്ത് ചെയ്തു? ബ്രിട്ടനോടും ഫ്രാൻസിനോടും അഭയം തേടിയെങ്കിലും അവരെന്ത് ചെയ്തില്ല? സുഡറ്റൻലാൻഡിനെ സഹായിച്ചില്ല. പകരം ജർമ്മനിക്ക് എന്ത് ചെയ്തു? സുഡറ്റൻലാൻഡിന്റെ അവകാശം കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ സുഡറ്റൻലാൻഡ് എന്ന പ്രദേശത്തിന്റെ തർക്കത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളിച്ച സമ്മേളനത്തെയാണ് എന്ത് പറയുന്നത്? മ്യൂണിക് സമ്മേളനം എന്ന് പറയുന്നത്. ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, പിന്നെ ഇറ്റലി. അപ്പോൾ ഈ 4 രാജ്യങ്ങളാണ് എന്ത് ചെയ്തത്? മ്യൂണിക് സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ. അപ്പൊ ഇതൊരു തരം ചതിയായിരുന്നു. ബ്രിട്ടനും ഫ്രാൻസും സുഡറ്റൻലാൻഡിനോട് ചെയ്തൊരു ചതിയായിരുന്നു. കാരണം ജർമ്മനിക്ക് എന്ത് ചെയ്തു? സുഡറ്റൻലാൻഡിന്റെ അവകാശം കൊടുത്തു. സുഡറ്റൻലാൻഡിനെ ആരും സഹായിച്ചില്ല? ബ്രിട്ടനും ഫ്രാൻസും സഹായിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇത് മ്യൂണിക് ബിട്രയൽ അല്ലെങ്കിൽ മ്യൂണിക് ചതി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ മ്യൂണിക് ഉടമ്പടി, മ്യൂണിക് സമ്മേളനം, മ്യൂണിക് ബിട്രയൽ, മ്യൂണിക് ചതി എന്നൊക്കെ പറയുന്നത് എന്താണ്? സുഡറ്റൻലാൻഡ് എന്ന പ്രദേശം ജർമ്മനിക്ക് കൈവശപ്പെടുത്തി അല്ലെങ്കിൽ ജർമ്മനിക്ക് നൽകിയതാണ് എന്ത്? മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് സുഡറ്റൻലാൻഡ് എന്ന പ്രദേശത്തെ ജർമ്മനിക്ക് നൽകി. അതിനുശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിന് ആരംഭം കുറിച്ച ജർമ്മനിയുടെ ഒരു ആക്രമണമായിരുന്നു പോളണ്ട് ആക്രമണം. അപ്പോൾ ജർമ്മനി എന്ത് ചെയ്തു? പോളണ്ടിനെ ആക്രമിച്ചതോടുകൂടി അവിടെ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുകയാണ്. അപ്പോൾ ഇതുവരെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കൊപ്പം നിന്നെങ്കിലും ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടുകൂടി എന്ത് ചെയ്തു? ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പൊ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചത് 1939 സെപ്റ്റംബർ 1-നാണ്. അപ്പൊ അതുവരെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കൊപ്പം നിന്നു. പക്ഷെ ഈ ഒരു പ്രവൃത്തിയോടുകൂടി ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ബ്രിട്ടനും ഫ്രാൻസും. അങ്ങനെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് 1939 സെപ്റ്റംബർ 3-നാണ്. ഇനി അപ്പം അതിനുശേഷം എന്ത് ചെയ്തു? റഷ്യയും ജർമ്മനിയും അങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ചതോടുകൂടി അവരൊരു സന്ധിയിലെത്തുകയാണ് അല്ലെങ്കിൽ ഒരു ഉടമ്പടിയിലെത്തുകയാണ്. അതാണ് എന്ത്? അനാക്രമണ സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് അനാക്രമണ സന്ധി എന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിലും പരസ്പരം ആക്രമിക്കുകയില്ല എന്നും പോളണ്ട് പങ്കുവെക്കാമെന്ന വ്യവസ്ഥയാണ് എന്ത്? നോൺ അഗ്രഷൻ പാക്ട് അല്ലെങ്കിൽ അനാക്രമണ സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അനാക്രമണ സന്ധിയിൽ ജർമ്മനി ഒപ്പിട്ടത് 1939-ലാണ്. അങ്ങനെ അനാക്രമണ സന്ധിയിൽ ജർമ്മനി ഒപ്പിട്ടുവെങ്കിലും അത് എന്ത് ചെയ്തില്ല? ഹിറ്റ്ലർ പാലിച്ചില്ല. അങ്ങനെ ഹിറ്റ്ലർ എന്ത് ചെയ്തു? റഷ്യയെ ആക്രമിച്ചു. ഹിറ്റ്ലർ ആക്രമിച്ചതോടുകൂടി എന്ത് ചെയ്തു? അനാക്രമണ സന്ധി അവിടെ അവസാനിച്ചു. അനാക്രമണ സന്ധി അവസാനിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹിറ്റ്ലർ റഷ്യയെ ആക്രമിച്ചതാണ്. അപ്പൊ സോവിയറ്റ് യൂണിയനെ
ആക്രമിക്കാൻ വേണ്ടിയിട്ട് രഹസ്യമായി ഹിറ്റ്ലർ തയ്യാറാക്കിയ പദ്ധതി അറിയപ്പെട്ടിരുന്നത് ഓപ്പറേഷൻ ബാർബറോസ എന്ന പേരിലാണ്. അങ്ങനെ അനാക്രമണ സന്ധി ഹിറ്റ്ലർ ലംഘിച്ചു. അതോടുകൂടി ഹിറ്റ്ലർ എന്ത് ചെയ്തു? റഷ്യയെ ആക്രമിക്കാനും തുടങ്ങി. ഇനി അങ്ങനെ ജർമ്മനി റഷ്യയെ ആക്രമിച്ച വർഷമാണ് 1941. അങ്ങനെ ജർമ്മനിയും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങി. അങ്ങനെ 1943 എന്ത് ചെയ്തു? റഷ്യ ജർമ്മനിയെ പരാജയപ്പെടുത്തി. ജർമ്മനി എന്ത് ചെയ്തു? യുദ്ധത്തിൽ കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അമേരിക്ക എന്ത് ചെയ്യാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പം അമേരിക്ക ഇതുവരെ യുദ്ധമുഖത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്രധാന സംഭവത്തോടു കൂടി അമേരിക്കയും എന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ചേരുകയാണ്. അപ്പൊ അത് ഏത് സംഭവം? അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ പേൾ ഹാർബർ ആക്രമണമാണ്. അപ്പൊ പേൾ ഹാർബർ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു തുറമുഖമായിരുന്നു. ഈ ഒരു തുറമുഖത്തെ ജപ്പാൻ എന്ത് ചെയ്തു? ആക്രമിച്ചു. അങ്ങനെ പേൾ ഹാർബർ ആക്രമണത്തിൽ അമേരിക്കയുടെ തുറമുഖമായ പേൾ ഹാർബർ ആക്രമണം ജപ്പാൻ എന്ത് ചെയ്തു? അല്ലെങ്കിൽ പേൾ ഹാർബർ തുറമുഖം ജപ്പാൻ ആക്രമിച്ചു. അങ്ങനെ ജപ്പാൻ പേൾ ഹാർബർ തുറമുഖം ആക്രമിച്ച വർഷമാണ് 1941 ഡിസംബർ 7. അപ്പൊ പേൾ ഹാർബറിലെ ഏത് കപ്പലാണ് ജപ്പാൻ പ്രധാനമായും ആക്രമിച്ചതെന്ന് ചോദിച്ചാൽ USS അരിസോണ എന്ന് പറയുന്ന അമേരിക്കൻ കപ്പലിനെയാണ് ജപ്പാൻ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. അങ്ങനെ ജപ്പാനും അമേരിക്കയും തമ്മിൽ യുദ്ധം തുടങ്ങി. അങ്ങനെ 1941 ഡിസംബർ 7 ജപ്പാൻ എന്ത് ചെയ്തു? പേൾ ഹാർബർ ആക്രമിച്ചതോടുകൂടി അമേരിക്ക ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അമേരിക്ക പ്രഖ്യാപിച്ചത് ഒരു ആണവ യുദ്ധമായിരുന്നു, അല്ലെങ്കിൽ ആണവായുധം ഉപയോഗിച്ചിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു. അങ്ങനെ ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ അത് രണ്ടാം ലോക മഹായുദ്ധമാണ്. അപ്പോൾ ആദ്യമായി അമേരിക്ക എന്ത് ചെയ്തു? അണുബോംബ് വർഷിച്ചത് ജപ്പാനിലാണ്. ജപ്പാനിലെ ഓഗസ്റ്റ് 6 നമുക്കറിയാം ഹിരോഷിമ എന്ന സ്ഥലത്ത് അമേരിക്ക എന്ത് ചെയ്തു? അണുബോംബ് വർഷിച്ചു. ഏതായിരുന്നു? ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ഒരു അണുബോംബായിരുന്നു. അപ്പൊ 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിൽ എന്ത് ചെയ്തു? അമേരിക്ക അണുബോംബ് വർഷിച്ചു. ഇനി അതേപോലെ തന്നെ 1945 ഓഗസ്റ്റ് 9 എന്ത് ചെയ്തു? ഒരു ഫാറ്റ്മാൻ എന്നുള്ള പേരിലുള്ള ഒരു അണുബോംബ് അമേരിക്ക വർഷിച്ചു. അങ്ങനെ ആണവായുധം ഉപയോഗിച്ചിട്ടാണ് അമേരിക്ക ജപ്പാനെ കീഴടക്കിയതെന്ന് പറയാം. ഈ ഒരു ആണവായുധത്തിന്റെ ദുരിതം പേര് ജീവിക്കുന്ന ആളുകളെ, ഇന്നും ഈ ഒരു ആണവായുധത്തിന്റെ ദുരിതം പേര് ജീവിക്കുന്ന ആളുകളെയാണ് ഹിബാക്കുഷുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ജപ്പാനിൽ ഇപ്പോഴും ആണവായുധത്തിന്റെ ദുരിതം പേരിട്ടുള്ള ജീവിക്കുന്ന രക്തസാക്ഷികളുണ്ട്. അവരെയാണ് ഹിബാക്കുഷുകൾ എന്ന പേരിൽ വിളിക്കുന്നത്. അതിനുശേഷം രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത് 1945 ഓഗസ്റ്റ് 14 അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഔദ്യോഗികമായി ജപ്പാൻ പരാജയം സമ്മതിച്ച വർഷമാണ് 1945 സെപ്റ്റംബർ 2. ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായി ഉയർന്നു വന്ന രണ്ട് ലോക ശക്തികളാണ് അമേരിക്ക, റഷ്യ എന്ന് പറയാം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായി ഉയർന്നു വന്ന രണ്ട് വൻ ശക്തികളായിരുന്നു അമേരിക്കയും റഷ്യയും. രണ്ടാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ ലോകത്ത് ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കാനും ലോക സമാധാനം നിലനിർത്താനും രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം നിലനിർത്താനും വേണ്ടിയിട്ട് ഒരു സംഘടന രൂപീകരിക്കുകയാണ്. ആ ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ഐക്യരാഷ്ട്ര സംഘടന രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായി നിലവിൽ വന്നതാണ്. ലോക സമാധാനം സംരക്ഷിക്കാനും മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ട് നിലവിൽ വന്ന സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ച് നമുക്ക് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്.